സർവേകളുടെ ഒരു പ്രളയമാണ് ഇപ്പോൾ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും. ഇപ്പോൾ നടക്കുന്നത് പ്രീ പോൾ സർവേയാണ്. ഇത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിയുമ്പോൾ ഈ സർവേകളെല്ലാം നിൽക്കും. പിന്നെയുള്ളത് എക്സിറ്റ് പോൾ സർവേകളാണ്. അതിനുശേഷം വോട്ടെണ്ണൽ 2-3 ദിവസം കഴിയുമ്പോൾ വോട്ടെണ്ണൽ നടക്കും. ഏതായാലും കേരളത്തെക്കുറിച്ച് വലിയ ആകാംക്ഷ നിഴലിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം BJP ഇത്തവണ 1-2 സീറ്റുകളിലെങ്കിലും ജയിക്കുമെന്നൊരു ധ്വനി പടർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പലവട്ടം എത്തുന്നു. BJP വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യം. ഏതായാലും പുതിയ തലമുറ ആപ്റ്റ് 224 നടത്തിയ പ്രീ പോൾ സർവേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ സർവേ ഫലങ്ങളാണ് നൽകിയിരുന്നത്. ഇപ്പോൾ അവരുടെ കേരളത്തെക്കുറിച്ചുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് UDF, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF, അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് ഉണ്ടാകില്ല, എന്നാലും നേരിയ കുറവുണ്ടാകുമെങ്കിലും അവർ പഴയ സീറ്റ് നില അടുത്ത് നിലനിർത്തും. വലിയ ഇടിവ് അവർക്കുണ്ടാകില്ല. അതായത് ഈ UDFന്, കോൺഗ്രസിന് അവർ പറയുന്ന സീറ്റ് 17 സീറ്റുകളാണ്. LDFിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് LDF വോട്ടുകളിൽ കോട്ടം തട്ടുന്നില്ല, പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അവർക്ക് അധികമായി ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ സർവേ പറയുന്നത്. അതായത് 2 സീറ്റ് LDFന് ലഭിക്കുമെന്നാണ് പുതിയ തലമുറ ആപ്റ്റ് 224 പ്രീ പോൾ സർവേയിൽ പറയുന്നത്. BJPക്ക് 1 സീറ്റ് ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുള്ളൂ, BJPയുടെ വോട്ടിംഗ് ശതമാനം കുറയും, പക്ഷേ 1 സീറ്റ് ലഭിക്കുമെന്ന്. ഈ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ച് പലപ്പോഴും പ്രേക്ഷകർക്കൊരു തെറ്റായ ധാരണ. വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ടോട്ടൽ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ വോട്ടിൻ്റെ ശതമാനത്തെയാണ് നമ്മൾ ടോട്ടൽ വോട്ട് ഷെയർ ആയിട്ട് പറയുന്നത്. ഓരോ മണ്ഡലത്തിലും ഇത് വ്യത്യസ്തമായിരിക്കും. തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP 31% വോട്ടാണ് പിടിച്ചത്, 31%. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ 13%. നമ്മൾ സാധാരണ പറയുന്നത് ഈ ടോട്ടൽ വോട്ടിൻ്റെ ശതമാനമാണ് പറയുന്നത്. അത് 13% വോട്ട് ഷെയറാണ് BJPക്ക് കേരളത്തിൽ നിലവിൽ ഉള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോൾ അത് വ്യത്യാസം വരുന്നുണ്ട്. തൃശ്ശൂരേക്ക് വരുമ്പോൾ അത് 29 പോയിന്റിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ മണ്ഡലങ്ങളിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ ഇതാണ്. കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാടിൻ്റെ സർവേ ഫലം കൊടുത്തപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഈ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ എന്തുകൊണ്ട് സീറ്റ് അധികം കൂടുന്നില്ല എന്ന്. വോട്ട് ഷെയർ വർദ്ധിക്കുന്ന ഒരു മണ്ഡലത്തിലല്ല, ടോട്ടലി വർദ്ധിക്കുന്നതാണ്. അത് ചില മണ്ഡലങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ജയിക്കുന്നത്. ഏതായാലും ഇവിടെ പറയുന്നത് വോട്ട് ഷെയർ അല്പം കുറയും, പക്ഷേ BJPക്ക് 1 സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ കൂടുതൽ സീറ്റുകൾ നേടുമോ, ഏതൊക്കെ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത് വിവിധ പാർട്ടികളുടെ സർവേകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.